നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കണ്ടല ബാങ്ക് തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി എൻ ഭാസുരാങ്കിൻ്റെ സ്വത്തുക്കൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയിരിക്കുകയാണ്. 1.5 കോടി രൂപ മൂല്യം വരുന്ന സ്വത്തുക്കളാണ് ED കണ്ടുകെട്ടിയിരിക്കുന്നത്. കണ്ടല സർവീസ് സഹകരണ ബാങ്കിൻ്റെ മുൻ പ്രസിഡൻ്റായിരുന്നു ഭാസുരാങ്കൻ. ഭാസുരാങ്കനും മകൻ അഖിൽജിത്തും ചേർന്ന് പലപ്പോഴായി കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തിയത്. ഇതിൽ ED അന്വേഷണം പുരോഗമിക്കുകയാണ്. കണ്ടല സർവീസ് സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് 103 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നാണ് സംസ്ഥാന സഹകരണ വകുപ്പ് പുറത്തുവിട്ട വിവരം. നിക്ഷേപകർക്ക് മാത്രം ബാങ്ക് 173 കോടി രൂപ മടക്കി നൽകാനുണ്ട്. CPI നേതാവായിരുന്ന ഭാസുരാങ്കനെ തട്ടിപ്പ് വിവരങ്ങൾ പുറത്തു വന്നതിനെ തുടർന്ന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു. അതുതന്നെ ഒരു തട്ടിപ്പായിരിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. കഴിഞ്ഞ വർഷം നവംബറിൽ പലപ്പോഴായി ഭാസുരാങ്കൻ ചോദ്യം ചെയ്യലിന് വിധേയനാവുകയും അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു. നിലവിൽ ഭാസുരാങ്കനും മകൻ അഖിൽജിത്തും റിമാൻഡിലാണ്. അഖിൽജിത്ത് 8 തവണയായി 1 കോടി രൂപ ബാങ്കിൽ നിന്ന് തട്ടിയെടുത്തു. ഭാസുരാങ്കൻ തൻ്റെ 16 സെൻറ്റ് സ്ഥലം കാണിച്ച് 3.5 കോടി രൂപ ലോൺ എടുത്തു. അതിൽ 1 രൂപ പോലും തിരിച്ചടച്ചിട്ടില്ല എന്നതാണ് ഇവർക്കെതിരെയുള്ള പ്രധാന ആരോപണം. PMLA വകുപ്പുകൾ ചേർത്താണ് വസ്തുവകകൾ കണ്ടുകെട്ടാൻ ED തീരുമാനിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ കണ്ടല സർവീസ് സഹകരണ ബാങ്കിലെ ഈ തട്ടിപ്പിൽ ED ഇത്രത്തോളം നീക്കം നടത്തിയ സ്ഥിതിക്ക് മറ്റ് പല ഇടങ്ങളിലെയും കാര്യത്തിൽ പലരും EDയെ ഭയപ്പെടുകയാണിപ്പോൾ. കരുവന്നൂരും അതുപോലെ മറ്റ് സംസ്ഥാനത്തെ നിരവധി സഹകരണ ബാങ്കുകളിലെയും തട്ടിപ്പിൽ കുരുങ്ങാൻ ഇനിയും സാധ്യതയുള്ളതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും കരുവന്നൂരിലേക്ക് പോകുമ്പോൾ CPM നേതാക്കൾക്ക് തന്നെ ഇനിയും കൂടുതൽ അങ്കലാപ്പായിരിക്കും സൃഷ്ടിക്കുക.